ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരുപാട് നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ കാലത്ത് തന്നെ എഴുന്നേറ്റു. മക്കൾസ് ഒന്നും ഉണർന്നിട്ടില്ല കേട്ടോ, 2 പേരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ അവരെയൊക്കെ പൊതച്ച് കൊടുത്തിട്ട് മെല്ലെ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ മക്കൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവരെ ശല്യം ചെയ്യാതെ ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി നന്നാക്കിയേക്കെന്ന് കരുതി. അപ്പോൾ ഞാൻ അപ്പുറത്തെ റൂമിലെത്തി ലൈറ്റൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ നന്നാക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ അടുത്ത് വെട്ടിക്കളഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ലെങ്ത്തൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ള മുടി ഒന്ന് ചീകി നന്നാക്കി എടുക്കാമെന്ന് കരുതി രാവിലെ തന്നെ. ഇത് ഞാൻ രാത്രി ഇട്ടിരുന്ന ഒരു ബനിയനാണ് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ട്സ് ഇട്ടത് കൊണ്ട് അതിന് മുകളിൽ ഒരു തോർത്തെടുത്തിട്ടുണ്ട്. നേരെ അലക്കാൻ വേണ്ടി പോകാമെന്ന് കരുതി. മക്കൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അലക്കിക്കുളിയൊക്കെ കഴിയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ചെറുതെൻ്റെ പിന്നാലെ നടന്ന് വെള്ളവും സോപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ കളിച്ച് മുറ്റത്തൂടെ നടക്കും. അപ്പം ഞാൻ കരുതി എന്നാൽ വേഗം അലക്കി കുളിക്കാമെന്ന്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചു. എന്നാൽ പിന്നെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. കുളിച്ചതിന് ശേഷം അത് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം അത് ചെയ്തു. പിന്നെ വന്നിട്ട് അടുക്കളയിൽ നിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി. രാവിലെ ഇന്ന് ഉപ്പുമാവും ചായയാണ്. അങ്ങനെ ഞാനിത് അലക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഡ്രസ്സേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തലേ ദിവസത്തെ ഒരുപാട് ഡ്രസ്സൊന്നും ഇല്ല. അതൊക്കെ ഇന്നലെ ഞാൻ കുറച്ച് വൈകുന്നേരം തന്നെ അലക്കിയിട്ടു. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അലക്കി കുളിച്ച് വന്ന് സുന്ദരിയാവാൻ പോവുകയാണ്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചു, തുണി വെച്ച് കെട്ടി വെച്ചു. എന്നിട്ട് ഞാൻ സിന്ദൂരം തൊടുകയാണ്. കുളിച്ച് വന്നിട്ട് ഇതുപോലെ ഇന്നും സിന്ദൂരം തൊടാറൊന്നും ഇല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് ഒന്ന് തൊട്ടേക്കാന്ന് കരുതി. ഞാൻ പലപ്പോഴും മറന്നു പോകുന്നൊരു സംഭവമാണ് ഇങ്ങനെ സിന്ദൂരം വെക്കുക എന്നുള്ളത്. അങ്ങനെ മക്കളൊക്കെ എഴുന്നേറ്റു. ലിതുമോൾ കുളിച്ചു. അവൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് യൂണിഫോം ഇട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ചെറുതിനും ലിതുമോൾക്കും കൂടെ ഞാൻ ഉപ്പുമാവും തലേ ദിവസം പൊരിച്ച് വെച്ച കോരമീൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂട്ടി ചായ കൊടുക്കുകയാണ്. 2 പേരും നല്ലോണം കഴിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ ആക്ഷൻ കാണിക്കുന്നതെന്ന് അറിയില്ല. ഇനി എൻ്റെ ഉപ്പുമാവ് നല്ല സ്വാദുണ്ടോയെന്ന് അതും അറിയില്ല. ഏതായാലും 2 പേരും നന്നായി കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. 2 പേർക്കും ചായ കൊടുത്തു, ഞാനും കുടിച്ചു. പിന്നെ ലിതുമോൾ സ്കൂളിൽ പോകുന്ന നേരമായപ്പോൾ ഞാനും താഴേക്ക് ഇറങ്ങി. ഏകദേശം ആ ടൈമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ മീൻകാരൻ വരും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മീൻകാരൻ ചേട്ടൻ. ശ്രീജിത്ത് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ഞാനിന്ന് 100 രൂപ എടുത്തെങ്കിലും 50 രൂപയ്ക്ക് വാങ്ങുന്നുള്ളൂ. ഇന്ന് ചെറിയ അയിലക്കുട്ടികളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് മുറിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് 50 രൂപയ്ക്കേ ഇന്ന് വാങ്ങുന്നുള്ളൂ. പിന്നെ ഞാൻ മേമയ്ക്കും കൂടെ മീൻ വേണ്ടിയിരുന്നു. അങ്ങനെ ഞാൻ അവർക്കും കൂടെ മീൻ വാങ്ങിയിട്ട് ഇതുമോളെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവളുടെ ബസ് വന്നപ്പോൾ അവൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞു അവൾ ബസ്സിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ ബസ്സിലെ ചേച്ചിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാൻ മീനൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നു. അപ്പോൾ തൊടിയിലൂടെ നടന്നപ്പോഴാണ് കണ്ടത് കുമ്പളത്തിൻ്റെ വള്ളി നന്നായിട്ട് പടർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അതിൽ നിന്ന് 2-3 ഇല പറിച്ചിട്ട് താളിക്കാമെന്ന് കരുതി. എനിക്ക് ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മക്കളൊന്നും കഴിക്കില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലക്കറികൾ. ചീര, മുരിങ്ങ, കുമ്പളം, മത്തനില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ചെറുതിന് കഞ്ഞി കൊടുത്തിട്ട് അവളെ ഉറക്കാൻ വേണ്ടി കിടക്കുക. അവൾ ക്യാമറയിലേക്ക് നോക്കി ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ പോയവരൊക്കെ എത്തിയിട്ടോ വൈകുന്നേരം. ഇന്ന് ലിതുമോളെ അസംബ്ലി ആയിരുന്നു കേട്ടോ, ലിതുമോളെ ക്ലാസ്സിൻ്റെ അസംബ്ലി ആയിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അസംബ്ലി? പ്രതിജ്ഞ ഇംഗ്ലീഷിലായിരുന്നു അല്ലേ പറയാൻ? എങ്ങനെ പറഞ്ഞത്? നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് സാരല്ലേ, അതെല്ലാവർക്കും സംഭവിക്കുക, ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇന്ന് ഹെയർ സ്റ്റൈലൊക്കെ നിന്നോട് നല്ലപോലെ മുടഞ്ഞിട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ കെട്ടിക്കൊടുത്തതാണ് രാവിലെ. പിന്നെ ഇന്ന് ഐലൈനർ ഞങ്ങൾ തറവാട്ടിൽ വെച്ച് മറന്നപ്പോൾ കൺമഷി കൊണ്ടാണ് ഇന്നാൾ കണ്ണൊക്കെ ഞാൻ എഴുതി കൊടുത്തതായിട്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനാണ് കണ്ണെഴുതി കൊടുത്തത്. ചെറുതുണ്ടായതിന് ശേഷം ഞാൻ എഴുതി കൊടുക്കാൻ എനിക്ക് ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ അവൾ തന്നെ ഒറ്റയ്ക്ക് എഴുതി അവൾ പഠിച്ചു. പക്ഷേ ഇന്ന് ഞാനാണ് പുരികവും കണ്ണൊക്കെ എഴുതി കൊടുത്തത്. താഴെ എഴുതിയിരുന്നു കേട്ടോ, അവൾ സ്കൂളിൽ ഇട്ട് വന്നപ്പോഴേക്കും മായ്ച്ചതാണ്.
വൈകുന്നേരം ആയപ്പോൾ രണ്ടുപേരും മേലൊക്കെ കഴുകി ചായ കുടിച്ചു. ലിതുമോൾ വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് ചെറുതും ഇവിടെ ഉണ്ട്. ലിതുമോൾ തറയിലിരുന്നാണ് കേട്ടോ എഴുതുന്നത്. ചെറുത് ഇതാ കട്ടിലിൻ്റെ മേലെ നിന്നിട്ട് അവൾക്ക് നാളെ എക്സാം ഉള്ള പോലെയാണ് അവൾ എഴുതി വായിക്കുന്നത്. ഞാൻ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് അവൾ ക്യാമറയിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. ക്യാമറ ഓണാക്കി അപ്പോൾ പോസ് ചെയ്യുന്നവർ ആരൊക്കെയുണ്ട് ഗൈസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വന്നിട്ട് പറയണം കേട്ടോ. അങ്ങനെ ഇതാ രണ്ട് പേരുടെയും എഴുത്തും വായനയൊക്കെ ഇവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ലിതുമോളും ദാ ഇവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്. അവൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ചെറി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കുന്ന ഏത് ടൈമിനായാലും അപ്പോൾ തത്തേനെ തുറന്ന് വിടും കേട്ടോ. അതിപ്പോൾ ഉച്ചയ്ക്കായാലും രാത്രി ആയാലും രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ കുട്ടുവിനെ ഞങ്ങൾ തുറന്നിടാറാണ് പതിവ്. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന വിഭവങ്ങളൊക്കെ തന്നെയാണ് രാത്രിയുള്ളത്. പിന്നെ രാവിലെ വാങ്ങിച്ച അയലമീൻ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും മേല് കഴുകി വന്നു മക്കൾക്ക് ഫുഡ് വാരി കൊടുക്കാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ തന്നെയാണ് ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ അവർക്കും കൂടെ വാരി കൊടുത്താൽ അങ്ങോട്ട് കഴിച്ചോളും. തനിയെ കഴിക്കൊന്നുമില്ല, മടിയാണ്. അങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് രണ്ട് പേരും നല്ലോണം ആക്ഷൻസൊക്കെ കാണിച്ചിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.